മച്ചന്മാരെ അപ്പോൾ അപ്ഡേറ്റിന് ശേഷം നമ്മളത് കളിക്കാൻ പോകാം. അപ്പോൾ സെറ്റാണ് തോന്നുന്നത്, കളിച്ചിട്ട് കണ്ടിട്ട്. ഈ പുതിയൊരു ക്യാരക്ടർ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോണത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എബിലിറ്റി എന്നൊക്കെ നോക്കേണ്ടത്. എന്തായാലും ഇതാണ് ആക്റ്റീവ് സ്കില്ലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് സ്കൈലർ ഇട്ടിട്ട്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് റിയലി അതുപോലെ വരുന്നുണ്ടെന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ. വീഡിയോസൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇനി മുതൽ അപ്ഡേറ്റുകൾ നല്ലപോലെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടർ സ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്കൊരു ഹാക്കിങ് പോലത്തെ ഒരു മോഡലാണ് ഈ ക്യാരക്ടറിൻ്റെ സ്കില്ല്. കാരണം മറ്റേ എനിമീസ് എന്താ ചെയ്യണമെന്ന് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്യാരക്ടറിൻ്റെ സ്കിൽ. അവിടെ നോക്കി നമ്മൾ ഈ എനിമിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കായിട്ടുണ്ട് അവരുടെ ടീമേറ്റ് വന്നിട്ട് നമ്മളെ കില്ലെ കണ്ട് വിനീഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെ വിനീഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടീമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമുക്ക് സപ്പോർട്ടില്ല രീതിയിലുള്ള ടീമേറ്റാണ് നോക്കണൊക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ഇവരിപ്പോൾ നോക്കിയപ്പോൾ ഇവ യൂസ് ചെയ്യണതാണ്. ഇപ്പോൾ യൂസ് ചെയ്തപ്പോൾ എവിടെ എനിമി ഇരിക്കണമെന്ന് നമുക്ക് കണ്ടാണ്ട് അവിടെ വേറെ കില്ല് ബ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടി എനിമി എന്താ ചെയ്യണമെന്ന് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ഓടി പോണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഇതാണ് ഹാക്ക് പോലത്തെ ഒരു ക്യാരക്ടർ സ്കില്ലാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി നല്ലപോലെ ഇപ്പം ഇനി യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക ഗെയിമൊക്കെ കൂടി ആകെ അലമ്പിക്കണം. എന്തായാലും ഈ അപ്ഡേഷന് ശേഷം ഫ്രീ ഫയർ ആകെ മാറിയിട്ടുണ്ട്. കാരണം ഈ ക്യാരക്ടറും വന്നതോടെ പിന്നെ അതേമാതിരി ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ എല്ലാവരും ഗെയിം കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ അപ്ഡേഷൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇനിയിപ്പോൾ വെൻഡിങ് മെഷീനിൽ നമ്മൾ റിവൈവ് ചെയ്യുന്ന പഴയ മൊഴി ആകാൻ പോകണം. അതായത് റിവൈവ് ചെയ്യണ റിവൈവ് കാർഡൊക്കെ ഒഴിവാക്കാൻ പോകണം. ഓൾഡ് ഫ്രീ ഫയർ അങ്ങനെയാണ് അതേമാതിരി. ഇത് ഒരു ഇതാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മോശമാണ് ഫ്രീ ഫയർ. കാരണം എന്താ വെച്ചാൽ ഒരു ഇതില്ലാതെ ഒരു കൊമ്പില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എനിമിൻ്റെ എടുത്ത് കത്തില്ല. മാത്രം ഭയമായിരുന്നില്ല ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. പിന്നെ ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും. പക്ഷേ ഇപ്പോൾ ഒരു വന്നൊരു അപ്ഡേറ്റ് പ്രകാരം നമുക്കൊരു മറ്റേ അലമ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ടീമിൻ്റെയൊക്കെ സെറ്റാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കുറേ നേരം ബായിയാണോ ഒരു മലയാളിയാണോ എന്താണെന്ന് ഒരു ഐഡിയ. രണ്ട് രീതിയിലുള്ള ഭാഷ വരണമായിരുന്നു ഡൗട്ട്. എന്തായാലും ഇന്നടിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീമേറ്റൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും ടീമേറ്റ് ഇപ്പോൾ തന്നെ അടിച്ച് നോക്കിയിട്ടുണ്ട്. എന്തായാലും പറയാനില്ല, CS ഇപ്പോൾ അത്യാവശ്യം മോഞ്ചും ചെയ്യും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതേകൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കിയിടാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.